ഉള്ളതെല്ലാം പങ്കിട്ടെടുക്കുക എന്നുള്ളതാണല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ചു കാലമായുള്ള രീതി. ഇതിൽ വിമത വൈദികരെന്നോ സഭയെയും വിശ്വാസികളെയും രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഷൈജു ആന്റണിയെ പോലെയുള്ള അൽമായി നേതാക്കളെന്നോ വ്യത്യാസമില്ല. ഇത്തരം അൽമായി നേതാക്കളിൽ പ്രമുഖനാണ് ആന്റോ ജോൺ. ഫെഡറൽ ബാങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് ബാങ്കിന്റെ പണം അനധികൃതമായി എറണാകുളം മാർക്കറ്റിൽ ദിവസ പലിശയ്ക്ക് കൊടുത്തതിന്റെ പേരിൽ ബാങ്കിൽ നിന്നും പുറത്തായ ആളാണ് ആന്റോ. ബാങ്കിംഗ് രംഗത്തും വിശ്വസ്തതയിലും മുന്നിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ സവിശേഷ ഗുണങ്ങൾ കണക്കിലെടുത്താവണം എടേന്ദ്രത്ത് പിതാവ് മാസം 50,000 രൂപ ശമ്പളത്തിൽ ഇദ്ദേഹത്തെ സഭാ സ്ഥാപനങ്ങളുടെ കേന്ദ്ര ഓഫീസിൽ ഉപദേശകനായി നിയമിച്ചത്. ആ ഉപദേശകൻ പിന്നീട് എന്താണ് അരമനയ്ക്കകത്തിരുന്നു ചെയ്തതെന്നാണ് ഇന്ന് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലുള്ള നിരവധി വിവരങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയെ സ്നേഹിക്കുന്നവർക്ക് ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഇമെയിലിലോ നിങ്ങൾക്ക് തരുന്ന വിവരങ്ങൾ രഹസ്യമായി ഞങ്ങൾ സൂക്ഷിക്കും. നമുക്ക് ആന്റോ ജോണിലേക്ക് തിരിച്ചു വരാം. സഭാ സ്ഥാപനങ്ങളിൽ 25 കൊല്ലം വരെ സർവീസ് ഉണ്ടായിരുന്നവർക്ക് പോലും 25,000 രൂപ ശമ്പളം കിട്ടിയിരുന്നപ്പോഴാണ് ആന്റോ ജോണിന് 50,000 രൂപ മാസ ശമ്പളത്തോടെ എടേന്ദ്രത്ത് പിതാവ് നിയമനം നൽകിയത്. ശമ്പളത്തിൽ നിന്ന് ആദായ നികുതി കൊടുക്കുന്നത് ഒഴിവാക്കാൻ 25,000 രൂപ ശമ്പളവും 25,000 രൂപ യാത്രാപ്പടിയുമായി തന്റെ ശമ്പളത്തെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ആന്റോ ജോൺ ആദ്യം ചെയ്തത്. ഇന്ത്യൻ കറൻസിയിൽ അല്ലാതെ ഡോളറിൽ ലോൺ എടുക്കാമെന്ന് സഭയെ പഠിപ്പിച്ചതാണ് ഈ മഹാന്റെ ഏറ്റവും വലിയ സംഭാവന. സഭയുടെ ഉടമസ്ഥതയിലുള്ള അങ്കമാലിയിലെ പ്രശസ്തമായ ആശുപത്രിയെയും എറണാകുളത്തെ പ്രിന്റിംഗ് പ്രസിനെയും സത്യദീപത്തെയും രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയെയും എന്തിന് വൈക്കം ചെമ്പ് ഇടവകയെ വരെ ഡോളറിൽ ലോൺ എടുപ്പിച്ച് ബാധ്യതയിലാക്കിയിരിക്കുന്നു ഇദ്ദേഹം. എന്തിനാണ് ഫോറിൻ കറൻസിയായി ഡോളറിൽ ലോൺ എടുക്കുന്നതെന്ന് സംശയിച്ചവരോട് ഡോളറിൽ ലോൺ എടുത്താൽ ഡോളറിന്റെ വില കുറയുമ്പോൾ ലോൺ തിരിച്ചടവ് എളുപ്പമാകുമെന്ന് പറഞ്ഞു പറ്റിച്ച ഈ സാമ്പത്തിക വിദഗ്ധൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ആ ബാങ്കിന്റെ ഭാഗ്യമായെങ്കിലും ആ അപകടം വഴിയിൽ തങ്ങാതെ വന്നു പതിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. സഭാ സ്ഥാപനങ്ങൾക്ക് വൻ തുകകൾ ഫോറിൻ കറൻസിയിൽ ലോൺ ഏർപ്പെടുത്തി കൊടുക്കുന്ന വകയിൽ ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ തന്നെയായിരിക്കാം ഇദ്ദേഹത്തിന്റെ ഈ ദുഷ്പ്രവൃത്തിക്ക് കാരണം. സഭാ സ്ഥാപനങ്ങളുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായ ഐക്കോയിൽ ഇടുന്നുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളുടെ വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വിവിധ സഭാ സ്ഥാപനങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പർച്ചേസിനുമുള്ള മുഴുവൻ കരാറുകളും സ്വന്തം ഇമെയിലിലേക്ക് സ്വീകരിക്കുകയും ആ ടെൻഡർ വിവരങ്ങൾ തന്റെ ഇഷ്ടക്കാർക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു ഈ മാന്യൻ. തട്ടിപ്പുകൾ പിടിക്കുമെന്നായപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ ആന്റോ ജോൺ ഐക്കോയിൽ നിന്നും മുങ്ങി. താൻ രാജിവെച്ച് പോവുകയാണെന്ന് ഒരാളോട് പോലും പറഞ്ഞില്ല. മാത്രമല്ല, അവിടെ കൺസൾട്ടന്റ് ആയി ജോലി ചെയ്തിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക കമ്പ്യൂട്ടറിലെ മുഴുവൻ വിവരങ്ങളും ഡിലീറ്റ് ചെയ്ത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുക കൂടി ചെയ്തു. ആ പ്രവൃത്തി ഇദ്ദേഹത്തിന് എതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി ഇന്ന് നിലനിൽക്കുന്നു. ഏറ്റവും രസകരമായ ഒരു കാര്യം, 50,000 രൂപ മാത്രം മാസ ശമ്പളം ഉണ്ടായിരുന്ന ഇദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിരമിച്ച ഒരു മെത്രാന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി എല്ലാ മാസവും 40,000 രൂപ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. സഭാ ആസ്ഥാനത്തിരുന്ന് കൊടിയ അഴിമതി നടത്തിയിരുന്നു എന്നതിന്റെ മറ്റൊരു ജീവിക്കുന്ന തെളിവാണിത്. എറണാകുളം മാർക്കറ്റ് റോഡിലെ ചെറുകിട വ്യാപാരികൾക്ക് ബാങ്കിന്റെ പണം തിരിമറി നടത്തി കൊടുക്കുന്നതിന്റെ തനി ആവർത്തനമായിരുന്നു സഭയ്ക്കകത്തും ഇദ്ദേഹം നടത്തിയത്. ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഫോറിൻ കറൻസിയിൽ ലോൺ എടുത്ത സഭാ സ്ഥാപനങ്ങൾ ഡോളറിന്റെ വില അനുനിമിഷം കുതിച്ചു കയറുന്ന ഈ കാലഘട്ടത്തിൽ കരകയറാനാവാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ്. ഇദ്ദേഹം നിർബന്ധിച്ച് ലോൺ എടുപ്പിച്ച കോളങ്ങായ സ്കൂളിന്റെ ബാധ്യത 5 കോടി രൂപയാണ്. സഭയിലെ 2 പിതാക്കന്മാരുടെ പ്രിയപ്പെട്ടവനായി നിന്ന് മുഴുവൻ സഭാ സ്ഥാപനങ്ങളെയും കടക്കണിയിലാക്കിയ കരാറുകളിൽ കൃത്രിമത്വം നടത്തിയ ഇദ്ദേഹവും വിമത വൈദികർക്കൊപ്പം നിന്ന് സൈബർ ഇടത്തിൽ ഉൾപ്പെടെ സഭയ്ക്കെതിരെ ഇന്ന് പോരാടുകയാണ്. ഇനം ഇനത്തോടല്ലേ ചേരൂ. നമ്മുടെ അന്വേഷണം തുടരും.